അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് ഒന്ന് കാണാം. രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴേക്ക് എല്ലാ സംഭവവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കുള്ളത് ഹാഫ് മൂണും സമൂസയും ചിക്കൻ റോളുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവൾ എല്ലാം അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പാടും തന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചതിന് ശേഷം വേഗം മൈദമാവ് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് നമ്മുടെ കരിയപ്പത്തിനുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുകയെന്ന് അങ്ങനെ വേഗം ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ ഓരോ വീഡിയോയിലും ഞാൻ ഓരോന്ന് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എൻ്റെ പുതിയ സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ അനിയത്തി കറി ഉണ്ടാക്കുന്നുണ്ട്. വെളുത്ത കടലയില്ലേ, ആ കടലയാണ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ഭാഗത്ത് കറി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇതാ ദോശ ഒരു പ്രാവശ്യം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ വീണ്ടും മിക്സിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാവുമ്പോൾ പാത്രം കഴുകണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പാത്രത്തിലേക്കൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ഏകദേശം ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത ദോശ ഉണ്ടാക്കിയത് നമ്മളെ നാസ്തക്കുള്ള ദോശയാണ്. അങ്ങനെ അനിയത്തി അത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം സമൂസക്കുള്ള മാവ് കുഴച്ചെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നെ സമൂസൻ്റെ മാവൊക്കെ പരത്തി അവിടെ റെഡിയാക്കി വെക്കാമല്ലോ. മസാലയൊക്കെ റെഡിയാക്കണത്ര. ഓളതിൻ്റെ ഇടയിൽ ദോശയും കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു നാസ്തക്കില്ലേ. ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ സമൂസക്കുള്ള മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേഗം ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ഞാൻ ഓരോന്നും വേഗം പരത്തിയെടുക്കുന്നുണ്ട്. കുറേ പേര് ഇത് സംശയം ചോദിക്കുന്നുണ്ട്, ഇതേത് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നതെന്ന്. സാധാ നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ സമൂസൊക്കെ കുഴച്ചെടുക്കുന്നത്. കുറച്ച് ഓയിൽ കൂടി ചേർക്കണം എന്നേലും സാധാ മൈദയോ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇതാ അനിയത്തിൻ്റെ മോന് ദോശ വേണ്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന് വേഗം അതിൽ നിന്നൊരു റോളെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൽ നെയ്യൊക്കെ തൂകിയിട്ട് ഇതുപോലെ മുറിച്ച് കൊടുത്തിട്ട് ഇത് റൗണ്ടാക്കിയിട്ട് പൊറോട്ടൻ്റെ ഷേപ്പാക്കുന്നുണ്ട്. അടിപൊളി ഉണ്ടായിന് കേട്ടോ. ഇത് തിന്നാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെ അത് അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയില ഫ്രൈ ആക്കുന്നതെന്ന്. അയില ഫ്രൈ അല്ല, ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ. ഇത് അയക്കൂറയാന്ന്. അതിൻ്റെ നിലയും വിലയും നിങ്ങൾ കളയരുത്. ഇതുമ്മനെ അയക്കൂറയാന്ന് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ ഇതാ സമൂസക്കുള്ള ഷീറ്റൊക്കെ ഞാൻ അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പം അതിനുള്ള പൊറോട്ട ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് അത് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്തിട്ട് നമ്മുടെ അടിക്കാണ്ട് പൊറോട്ട ആവില്ലല്ലോ, അങ്ങനെ ജസ്റ്റ് അടിച്ചും കൂടെ ചെയ്തപ്പോൾ നല്ല സൂപ്പർ പൊറോട്ട ആയിട്ടുണ്ട്. അങ്ങനെ കടലക്കറിയും കൂട്ടിയിട്ട് പൊറോട്ട ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ്റെ എക്സ്പ്രഷൻ കാണാം. കഴിച്ചിട്ടില്ലേ, അതാ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതവനെ ഇവിടെ കഴിച്ചുന്ന സമയം കൊണ്ട് ഞാൻ വേഗം സമൂസക്കുള്ള ഷീറ്റൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോൻ്റെ ഇടയിൽ ഒരുപാട് പേര് മടുപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. പിന്നെ ഇതാ ഞാൻ നാസ്ത കഴിച്ചിട്ടുണ്ട്, ദോശയും കടലക്കറിയും കൂട്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഗൈസ് ദോശയൊന്നും. ദോശ പത്തിൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കടലക്കറി എനിക്കിഷ്ടമാണ്, പക്ഷേ ദോശയും പത്തിലൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം ചിക്കൻ റോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മസാലയൊക്കെ അവൾ റെഡിയാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ചിക്കൻ റോളൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴേക്ക് കറണ്ട് പോയിട്ടുണ്ട്. അതാണ് വെളിച്ചില്ലാത്തത്. പിന്നെ ഞാൻ സമൂസക്ക് മസാലയൊക്കെ വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അനിയത്തി ഇതാ ഹാഫ് മൂണും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ റോളും സമൂസയും പിന്നെ ഹാഫ് മൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഹാഫ് മൂണും ചിക്കൻ റോളൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കറണ്ടിന് വെയിറ്റ് ആക്കിയിരുന്നു. അപ്പോൾ കറണ്ട് വന്നിട്ട് വേഗം ഞാൻ ബ്രെഡൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തതിന് ശേഷം അവൾ മുക്കിത്തരാമെന്ന് പറഞ്ഞ് അതൊക്കെ പിന്നെ ഞാൻ പാക്കിങ് ആക്കാൻ തുടങ്ങി. വേഗം സമൂസ പാക്കാക്കി. ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയായിനി എന്നൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമാണ്, മാഷാ അല്ലാ നല്ല വീഡിയോസാണെന്നൊക്കെ പറയലുണ്ട്. നേരിട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടാലോ ഒക്കെയാണ് പറയുന്നത്. അവർക്കൊക്കെ ജസ്റ്റ് ഇതിലൊന്ന് കമൻ്റ് ഇട്ടൂടെ. കമൻറ്റും ലൈക്കും ഒക്കെ അല്ല എൻ്റെ വിജയം. ഏതായാലും ഞാൻ ഇത്ര വരെ എത്തി. ഇനി എവിടെയെങ്കിലും വരെ ഒന്ന് എത്തിക്കാൻ
എടുക്കാണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടെന്നുള്ള നിലക്കാണ് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്രയൊന്നും എത്തൂല എന്ന് വിചാരിച്ചെടുക്കുന്ന ഇത്ര വരെ എത്തിയില്ലേ, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാണാൻ ഉണ്ടാക്കണം എന്നുള്ള നിലയിലേക്കാണ് ഇന്നെൻ്റെ മനസ്സെത്തിയത്. ഇത്രയും കാലം ഞാൻ യൂട്യൂബിൽ നിന്ന് ഒന്നും വാങ്ങാൻ എന്നെ കൊണ്ട് കഴിയൂല അങ്ങനെയൊക്കെ ഉള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇനി എനിക്ക് ഇത്ര വരെ എത്തിയതുകൊണ്ട് ഇനി എന്തെങ്കിലും കിട്ടണം, ഒരു മാസത്തെ ഏണിങ്ങെങ്കിലും എനിക്ക് കിട്ടണം എന്നില്ല ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത്. കാരണം അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയം. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടതിന് തെളിവായിട്ട് എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പ്ലേ ബട്ടൺ, അത് നിങ്ങൾ വിചാരിച്ചാൽ എന്തായാലും എനിക്ക് നൽകാൻ വേണ്ടി കഴിയും. നിങ്ങൾക്കൊരു നഷ്ടമില്ല. എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഒരു 100K സബ്സ്ക്രൈബറാക്കി തന്നാൽ എൻ്റെ വീട്ടിലും പ്ലേ ബട്ടൺ എത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ അങ്ങനെ വീട് ക്ലീനിങ്ങൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ തട്ടിയതുകൊണ്ട് നിലത്തൊക്കെ ഇതാ ഫുള്ള് കടലാസും പിന്നെ നമ്മൾ സ്റ്റിക്കറൊക്കെ പറിച്ചതുകൊണ്ട് അതിൻ്റെ കടലാസൊക്കെ ഉണ്ട്. ഇനി ക്ലീനിങ് ഫുൾ അടിച്ചൊന്ന് തുടച്ചെടുക്കണം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതിന് വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമെന്ന്. ഹോം ടൂർ ചെയ്യുക ഇൻഷാല്ലാ, കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ. പിന്നെ കുറച്ച് എന്തെല്ലോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല, എന്നാലും ആഗ്രഹിക്കാമല്ലോ. അതൊക്കെ ചെയ്തിട്ട് ഞാൻ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാം. പിന്നെ ഞാൻ കുടിയിരിക്കുമ്പോൾ എടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ വീഡിയോ ഇടുന്നതാണ്. പിന്നെ അങ്ങനെ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമർ എത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ തന്നതാണ് കേട്ടോ. അങ്ങനെ അവർ സാധനം കൊണ്ടതിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. എന്താണെന്നറിയില്ല, എൻ്റെ മുഖത്തൊക്കെ എന്തെല്ലോ ആയിട്ടുണ്ട്. കാരണം ചൂടും വേർപ്പും ഒന്നും എനിക്ക് പറ്റുന്നില്ല ഗൈസ്, എന്നാലും പണിയെടുക്കും, അതാണ് എൻ്റെ ഇത്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കുറച്ച് മരുന്നൊക്കെ തന്ന് അവർക്ക് കുറച്ച് കാശൊക്കെ കൊടുത്തു. അതിന് ശേഷം മോളെയും കൊണ്ട് ഞാൻ വലിയ പറമ്പിലേക്ക് പോയി, ബീച്ചിലേക്ക്. അവളെപ്പം പറയും എവിടെയും കൊണ്ടുപോകില്ലാന്ന്. എനിക്കെന്തോ ഇങ്ങനെ പോകാൻ എനിക്കിഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തില്ലേ, പണിയെടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് നീണ്ട് നിവർന്ന് കിടക്കണം എന്നില്ല ഇതേ നമുക്കുണ്ടാകും. അവരെന്ന് വെച്ചാൽ വെറുതെ ഇരുന്നിട്ടാകുമ്പം ബോറടിക്കുന്ന, ഇപ്പോൾ സ്കൂളും മദർസും ഒന്നും ഇല്ലല്ലോ, അപ്പം ബോറടിക്കുന്നത് ഇങ്ങനെ പറയും. എനിക്കാണെങ്കിൽ എവിടെ കൊണ്ടുപോകാനും ഒരു മൂഡും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയും പോകാൻ കീയലും ഇല്ല. പണിയൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തിയും ഹസ്ബൻഡൊക്കെ പോയി, പിന്നെ ഞാനും മോളും മാത്രം ബാക്കി. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൽ തന്നെ നേരെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൂട്ടിയിട്ട് പോയതാണ്. ആർക്കെങ്കിലും അപ്പം വേണമെങ്കിൽ 95449611 കോൾ ചെയ്താൽ മതി, വാട്സപ്പ് കോൾ ചെയ്താൽ മതി. ഇതിലേക്ക് വിളിച്ചാൽ തീർച്ചയായും എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.